ഇതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് വളരെ സക്സസ് ആകാൻ ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിക്കൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലരുടെയും സംശയം, എങ്ങനെയാണ് അവർക്ക് പ്രോപ്പർ ആയിക്കൊണ്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതിന്റെ സെറ്റിംഗ്സ് എങ്ങനെ, അതിന്റെ #, എങ്ങനെ, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം. ഇതൊന്നും അറിയാത്ത പലരുമുണ്ട്. ഇനി അറിഞ്ഞാൽ തന്നെ പലതും മിസ്സിങ്ങുമായിരിക്കും. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കും, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും ബാധിക്കും. നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബും അത് കൂടാൻ സാധ്യതയുണ്ട്. സോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും. സോ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി രണ്ട് രീതിയിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് വഴി സാധാരണ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, ആഡ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. ഇവിടെ ഇതുപോലെ ചെയ്ത് ഇപ്പോൾ നോർമലാണ്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു രീതിയാണ്. ഇത് ക്ലോസ് ചെയ്യാം. നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ എടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് മുകളിൽ തന്നെ ഒരു ഓപ്ഷൻ കാണാം, പ്ലസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു ഏതെങ്കിലും. അതിനുശേഷം നമുക്കിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുക, എന്തെങ്കിലും ടൈറ്റിൽ. ഞാനിപ്പോൾ ഒരു ഓൾറെഡി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്, ഹൗ ടു മേക്ക് ചിക്കൻ കറി എന്ന് ടൈറ്റിൽ കൊടുത്ത്. അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമുക്കിവിടെ ആദ്യം എന്താണോ ടൈറ്റിൽ കൊടുത്തത് അത് തന്നെ നമുക്കിവിടെ കൊടുക്കണം. അതായിരിക്കും ബെറ്റർ. അപ്പോൾ എന്ത് ചെയ്യും, ഹൗ ടു മേക്ക് ചിക്കൻ കറി. ഓക്കെ, ഞാനതിവിടെ കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു ഇൻട്രോ, നമുക്ക് എന്തെങ്കിലും ഒരു 2-3 വരി അല്ല 3-4 വരി നമുക്ക് എന്തെങ്കിലും അവിടെ കൊടുക്കാം. അത് നിങ്ങളെ ഇഷ്ടത്തിന് എന്തെങ്കിലും കൊടുക്കുക. ഞാൻ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും, വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പം ഞാനിപ്പം പറയാം, ഇൻ ദിസ് വീഡിയോ ഐ ആം ഷോയിങ് അബൌട്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ പറ്റിയുള്ള ഒരു വിവരണം ഒരു 3-4 വരി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ ഐ ആം ഷോയിങ് അബൌട്ട് ഹൗ ടു മേക്ക് ചിക്കൻ കറി, അത് എന്തെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇത് നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കേണ്ടത് #. #. എന്നറിയാലോ, ഹാഷ് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും, ഇപ്പോൾ എൻ്റെ പേര് റംഷീദ് MP, അതിനുശേഷം പിന്നെ # ഇട്ട് ഒരു 3-4 # കൊടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും മലയാളം ആണെങ്കിൽ മലയാളം, നമ്മൾ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും. അതിനുശേഷം നമുക്ക് എന്താ പറയാം, ചിക്കൻ കറി. ഓക്കെ, #. കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്പേസ് പാടില്ല കേട്ടോ. സ്പേസ് വന്നു കഴിഞ്ഞാൽ #. ആവില്ല. ഓക്കെ, ഞാനിപ്പോൾ 2-3 # കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, കൂടുതൽ #. കൊടുക്കുക, ഹൗ ടു മേക്ക് ചിക്കൻ കറി, അങ്ങനെയെല്ലാം കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഏതായാലും അതവിടെ ക്ലോസ് ചെയ്ത്. ഇനി നമുക്കിവിടെ എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങളുടെ ഓൾഡ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ നെക്സ്റ്റിലേക്ക് പോകുന്നു. അതിനുശേഷം നമുക്കിവിടെ വിസിബിലിറ്റി എന്ന് കാണിക്കും. എപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പബ്ലിക് കൊടുക്കാൻ പാടില്ല. അൺലിസ്റ്റഡ് എന്നുള്ള ഇത് മാത്രമേ കൊടുക്കാവൂ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പബ്ലിക്കായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് പബ്ലിക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കോപ്പി റൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അൺലിസ്റ്റഡ് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കോപ്പി റൈറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം. അതിനെ കൊണ്ടുള്ള ഉപയോഗമാണ് ഇത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അൺലിസ്റ്റഡ് എന്നുള്ള കൊടുക്കുന്നു. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനിയൊന്നും യാതൊരു തരത്തിലുള്ള കോപ്പി റൈറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പബ്ലിക് എന്ന് കൊടുക്കാം. ഓക്കെ, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് പബ്ലിക് ആക്കാം. പിന്നെ ഇവിടെ നമുക്കിവിടെ കാണാം ഷെഡ്യൂൾ എന്ന കാര്യങ്ങളെല്ലാം. ഷെഡ്യൂൾ, അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് നോക്കെ ഏതെങ്കിലും ഇപ്പോൾ ഈവനിങ് ആണെങ്കിൽ നാളെയാണോ മറ്റന്നാൾ ഏത് ദിവസമാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഓഡിയൻസ്. ഇപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. യെസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ്, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇതുകൊണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ യെസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്നത് ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, മുകളിലുള്ളത് ടിക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കമൻ്റൊന്നും കൊടുക്കാൻ പറ്റില്ല, സ്ട്രിക്റ്റ് ആയിരിക്കും. നമുക്ക് അനാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും കൂടുതൽ അതിൽ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. കാരണം അത് മെയ്ഡ് ഫോർ കിഡ്സ് ആണ്. ശരിക്കും നമ്മളിപ്പോൾ നോർമലി വീഡിയോ ചെയ്യുന്നതാണ് ടെക്കോ കറിയോ പരമായിട്ട് നമുക്ക് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏജ്
റിസ്ട്രിക്ഷൻ എന്ന് കാണിക്കും. ഇതിലിപ്പോൾ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ട താഴത്തെ തന്നെ, അതായത് നമ്മുടെ 18 വയസ്സ് കൂടുതലുള്ളവർക്കും നമുക്ക് വീഡിയോ കാണാമെന്നുള്ളതാണ്. അത് നമ്മൾ അടിയിലുള്ള കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ആഡ് പ്ലേലിസ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് പ്ലേലിസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലേലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുക്കുക. അതിൻ്റെ 10 കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിങ്. ഇത് സംഭവം ലെറ്റ് അതേഴ്സ് ക്രിയേറ്റ് ഷോർട്ട് യൂസിങ് കണ്ടന്റ് ഫ്രം ദിസ് വീഡിയോ. അതായത് നിങ്ങളുടെ കണ്ടന്റിൽ നിന്ന് മറ്റുള്ളവർക്ക് വീഡിയോ എന്താ പറയുക ആഡ് ചെയ്യാൻ, നിങ്ങളുടെ വീഡിയോ എടുത്ത് അവർക്ക് ചെയ്യാനും അനുവദിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ പറയുന്നത് 3 ഓപ്ഷൻസ് ആണ്. എലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിങ്. നിങ്ങൾക്ക് ചെയ്യാം, മൊത്തമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എലോ ഓൺലി ഓഡിയോ, അല്ലെങ്കിൽ ഒട്ടും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ചെയ്തോട്ടെ, മറ്റാരും എൻ്റെ വീഡിയോ എടുത്ത് ചെയ്തോട്ടെ എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഇവിടെ കാണുന്നുണ്ട് കമാൻഡ് ഓൺ ഓഫ്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും കമാൻഡ് ബാഡ് കമാൻഡ്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഓൺ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്കൊന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ, തംബ്നെയിൽ കൊടുക്കണം. അതിനിവിടെ മുകളിൽ കാണുന്ന ഈ ഒരു പെൻസിൽ ഐക്കൺ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്നൊരു തംബ്നെയിൽ കൊടുക്കുകയാണ്, ഒരു ഫോട്ടോ കൊടുക്കുക, സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുകയാണ്. അപ്പോൾ അത് റെഡി. ഇപ്പോൾ എല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇനി ഇവിടെ ടാഗ് കൊടുക്കണം, ടാഗ്സ് കൊടുക്കണം. അതിന് ഓൾറെഡി ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതിന് വേണ്ടി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ടാഗിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു പെൻസിൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു കാര്യമുണ്ട്, ടാഗ്സ്. അപ്പോൾ ടാഗ്സ് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട വാട്സപ്പിനെ പറ്റിയാണ്. വാട്സപ്പ് പ്രൊഫൈൽ പിക്കിൻ്റെ പറ്റിയുള്ള ഇതാണ്. വാട്സപ്പ് HD ക്വാളിറ്റി, വാട്സപ്പ് സ്റ്റാറ്റസ് ഇമേജ്, ഇങ്ങനെ ഒരുപാടുണ്ട്. അത് നമ്മളിവിടെ ആഡ് ടാഗ് എന്നുള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വാട്സപ്പ് ബെസ്റ്റ് ട്രിക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് പോകും. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ടുന്നെല്ലാം ഹൗ ടു മേക്ക് ചിക്കൻ കറി, ഹൗ ടു മേക്ക്, അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെയാണോ അതങ്ങനെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട് കേട്ടോ, എലോ എംബഡി എന്നുള്ളത്. ഇത് പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഇതിനെ കൊണ്ടുള്ള ഉപയോഗം. എലോ എംബഡി എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഏതെങ്കിലും വാട്സപ്പിൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ വെച്ച് നിങ്ങളുടെ വീഡിയോ കാണാം. പക്ഷെ അത് യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റില്ല. അത് വാട്സപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യൂസും വാച്ചേഴ്സൊന്നും നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് വരില്ല എന്നതാണ്. എലോ എംബഡി എന്നുള്ളത് ഓഫാക്കി കഴിഞ്ഞ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവർ കാണുന്നത് നേരെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് അവർ വാച്ച് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വാച്ചേഴ്സ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നും കൂടി നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തെല്ലാം ആഡ് ചെയ്ത് വെച്ചെന്നുള്ളത്. വാട്സപ്പിൽ എങ്ങനെ HD ക്വാളിറ്റി വീഡിയോ ഫോട്ടോസ് അയക്കാം. ഇൻ ദിസ് വീഡിയോ ഐ ആം ഷോയിങ് അബൌട്ട് ഹൗ ടു സെൻഡ് HD ക്വാളിറ്റി ഫോട്ടോസ് വീഡിയോ ഓൺ വാട്സപ്പ്. ഇതെല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. വാട്സപ്പിൽ എങ്ങനെ നല്ല ക്ലാരിറ്റിയോടുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യാന്നുള്ളതിനെ പറ്റിയാണ്. അതാണിത്. അല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പബ്ലിക് കൊടുക്കേണ്ടത്. റെസ്ട്രിക്ഷൻസ് എന്ന് കാണിക്കുന്നിടത്ത് നണ്ണാണ്. അപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തകരാറ് നിങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്നിക്കോ റൈറ്റ്സ് എന്ന് ഇവിടെ കാണിക്കും. പക്ഷെ ഇതിവിടെ ഇപ്പോൾ നണ്ണായതുകൊണ്ട് ഒന്നുമില്ല എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ പബ്ലിക് ആക്കാം. ഓക്കെ, അതിനുവേണ്ടി മുകളിൽ കാണുന്ന ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന പ്രൈവറ്റ് ഉണ്ട്, പ്രൈവറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈവറ്റ് ആയിരിക്കും. ഓക്കെ, മുകളിൽ കാണുന്ന പബ്ലിക് എന്നുള്ളത് കൊടുക്കുക. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ കാണുന്ന ഇവിടെ സേവ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ സേവ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡുമായി ബന്ധപ്പെട്ട എല്ലാം മുഴുവനായി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യണം. സാധാരണ ലാപ്ടോപ്പിലാണ് കൂടുതൽ ഓപ്ഷൻസും ഫെസിലിറ്റീസും ഉള്ളത്. പക്ഷെ മൊബൈലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പരിമിതികളുണ്ട്. പക്ഷെ മാക്സിമം ഇപ്പോൾ ഒരുപാട് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ വന്നതുകൊണ്ട് നമുക്ക് ഈ മൊബൈലിൽ നിന്ന് തന്നെ ഭൂരിപക്ഷം ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ എൻഡ് സ്ക്രീൻ കൊടുക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു ഓപ്ഷൻ നോക്കണം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയുടെ എൻഡ് സ്ക്രീൻ കൊടുക്കണ്ടേ, നോക്കാം.
അതിന് നമ്മൾ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പറെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നത്, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ID ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. അതിനുശേഷം നമുക്കിവിടെ യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം കാണാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോസ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്തത് ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ നമുക്കിവിടെ എൻഡ് സ്ക്രീൻ എന്ന് കാണാം. കണ്ടോ, എൻഡ് സ്ക്രീൻ. ഓക്കെ, ആ ഒരു എൻഡ് സ്ക്രീനിൻ്റെ പെൻ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം പ്ലസ് ഐക്കൺ. ആ ഒരു പ്ലസ് ഐക്കൺ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്, പ്ലേലിസ്റ്റ്, സബ്സ്ക്രൈബേഴ്സ്, ചാനൽ, ഇതെല്ലാം ഒരുപാട് ഓപ്ഷൻസ്. അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോ പറയും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എന്നുള്ളത് മാത്രമേ കൊടുക്കുന്നത്, നമുക്കിപ്പോൾ എൻ്റെ സ്ക്രീനാണല്ലോ വേണ്ടത്. അപ്പോൾ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണാം. ഒന്ന് മോസ്റ്റ് റീസെന്റ് അപ്ലോഡ്, ബെസ്റ്റ് ഫോർ വ്യൂവേഴ്സ്. നമുക്ക് എന്താ വേണ്ടത്, ചൂസിങ് സ്പെസിഫിക് വീഡിയോ. നമുക്ക് ഏത് വീഡിയോ ആണോ സ്പെസിഫിക് വീഡിയോ, നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ചൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി താഴെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ എൻ്റെ സ്ക്രീനിൽ കൊടുക്കണം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാം ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക്. ഇനി അതേപോലെ ഒരു വീഡിയോ കൂടി നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അതേ രീതിയിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചൂസ് ചെയ്യുന്നത് കണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതേപോലെ 2 വീഡിയോ ചൂസ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇതേപോലെ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആ എൻ്റെ സ്ക്രീൻ സക്സസ് ആയി. ഞാൻ ഇതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് വളരെ സക്സസ് ആകാൻ ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരുപാട് ടെക്നിക്സുകളും ട്രിക്സുകളും ടിപ്സുകളെല്ലാം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുടെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, വളരെ ഈസിയായി ഷോർട്ടായിട്ട് കൊണ്ട് തന്നെയാണ് ഞാനൊരു വീഡിയോ എങ്ങനെ ഒരു പുതിയൊരു ക്രിയേറ്റേഴ്സിന് എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവിടെ വെച്ച് ചോദിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.